നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനി, ആ ഡി കമ്പനിയുടെ വിശ്വസ്തൻ അടുപ്പക്കാരൻ ഡിയോള സലീം ഡോളയെ ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇന്ന് അയാൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇന്ത്യയുടെ ഗ്ലോബൽ ഹണ്ടിന്റെ ഭാഗമായി ലഹരികൾ അതില്ലാതാക്കുക എന്നുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വൻ സ്രാവിനെ പിടികൂടിയത്. വാർത്തയിലേക്ക് വിശദമായി എത്താം. സ്വാഗതം. 20th അവറിലേക്ക് ഒരുക്കി. ആശ്രിത നിയമനത്തിലൂടെ ജോലി കിട്ടാനും പണം തട്ടിയെടുക്കാനും വേണ്ടി അമ്മയെ കൊന്ന് മകൾ കൂട്ടുനിന്നത് അവളുടെ കാമുകൻ. പെൺകുട്ടിയും കാമുകനും അറസ്റ്റ്. ജാർഖണ്ഡിന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള റാഞ്ചിയിൽ അവിടെ നടന്ന കാര്യമാണ്. നഫീദ പർവീൻ എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. പ്രായപൂർത്തിയാകാത്ത അവളുടെ മകൾ, ഒപ്പം 20 വയസ്സുള്ള അവളുടെ കാമുകൻ അർബാസ്, ഈ രണ്ടുപേരാണ് അറസ്റ്റിലായത്. മണിത്തോല സ്വദേശിയായിട്ടുള്ള നഫീദ പർവീൻ 17കാരിയായ ആ പുത്രിക്കൊപ്പം, ശരിക്കും അവൾ ദത്തുപുത്രിയാണ്, ആ ദത്തുപുത്രിക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. വൈദ്യുതി വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഈ പർവീണിന്റെ ഭർത്താവ്. അദ്ദേഹം 4 വർഷം മുമ്പ് മരിച്ചു. ഇതേ തുടർന്ന് 45 ലക്ഷം രൂപയോളം നഫീദയ്ക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചു. ഇതിന്റെ ഏക നോമിനി അത് ഈ ദത്തുപുത്രിയായിട്ടുള്ള മകളാണ്. ഇവൾ പതിവായി ആ അക്കൗണ്ടിൽ നിന്ന് പണമെടുത്ത് അവളുടെ കാമുകന് അർബാസിന് നൽകിയിരുന്നു. ഒരു ദിവസം ഈ അമ്മ ദത്തുപുത്രിയുടെ ഈ പരിപാടി കണ്ടുപിടിച്ചു. അങ്ങനെ പണമെടുക്കുന്നത് നഹീദ വിലക്കി. അങ്ങനെയാണ് ആ ഗൂഢാലോചനയ്ക്ക് തുടക്കമാകുന്നത്. അമ്മയെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയാണ് മകൾ. അക്കൗണ്ടിൽ നിന്ന് പണം കൈകാര്യം ചെയ്യാനുള്ള അവകാശം നേടിയെടുക്കാം, ഒപ്പം ആശ്രിത നിയമനത്തിലൂടെ ജോലി സ്വന്തമാക്കുക, തരപ്പെടുത്തുക എന്നിങ്ങനെയായിരുന്നു അവളുടെ ലക്ഷ്യങ്ങൾ. അങ്ങനെ ഏപ്രിൽ 24-ാം തീയതി രാത്രി ആ പെൺകുട്ടിയും അവളുടെ കാമുകനും ഒപ്പം അയാളുടെ 3 സുഹൃത്തുക്കളും ചേർന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന നഹീദയെ തലേണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു. പെട്ടെന്ന് കണ്ണു തുറന്ന് അവൾ ചെറുത്തുനിന്നു. ആ ചെറുത്തുനിൽപ്പിനിടെ ആ അമ്മയുടെ കഴുത്തിൽ ഗുരുതരമായി മുറിവേൽക്കുകയും ചെയ്തു. ആ മുറിവിൽ നിന്നും രക്തം വാർന്നാണ് മരിക്കുന്നത്. ഈ നഹീദയുടെ മൃതദേഹം പിന്നീട് ഫ്രീസറിൽ സൂക്ഷിക്കുകയും ആ കിടക്ക വീടിന് സമീപത്തെ മരത്തിനടിയിൽ ഒളിപ്പിക്കുകയും ഒക്കെ ചെയ്തു ആ പെൺകുട്ടിയും അവളുടെ കാമുകനും ചേർന്ന്. കൊല നടത്തിയതിന് 12 ലക്ഷം രൂപയാണ് ആ പെൺകുട്ടി, അതായത് അവളുടെ അമ്മയെ കൊല്ലാൻ വേണ്ടി 12 ലക്ഷം രൂപയാണ് ഈ സഹായികളായി എത്തിയ ആളുകൾക്ക് കൊട്ടേഷൻ തുകയായി നൽകിയത്. പിറ്റേന്ന് രാവിലെ ബന്ധുക്കളെ വിളിക്കുകയാണ് അവൾ. അമ്മ ടോയ്ലറ്റിൽ തെന്നി വീണു. അങ്ങനെ അമ്മയുടെ മരണം സംഭവിച്ചു. വലിയ സംശയങ്ങളൊന്നും ഉണ്ടായില്ല. തൊട്ടടുത്ത ദിവസം തന്നെ ആ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. എന്നാൽ ആ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പേ തന്നെ നദീഹയുടെ ഈ കഴുത്തിലെ ആ മുറിവ് അത് ബന്ധുക്കളിൽ ചിലർ ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ചും നഹീദയുടെ ഭർത്താവിന്റെ സഹോദരൻ പോലീസിൽ പരാതിപ്പെടാനും ശ്രമിച്ചു. അങ്ങനെ ആ പരാതി നൽകിയതാണ് കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരാൻ ഇടയാക്കി. भैया बाहर से आए हैं, यूपी से आए हैं. क्या जानकारी मिला? गुस्ल के समय जब पहुंचे हैं तो बॉडी पूरा नहला वला धोला वला के रखा गया था. सही से देख भी नहीं पाए हैं. नहा धो के निकले हैं मैयत में. बस जब बातचीत निकला है तब हुआ है. तब क्या बातचीत निकला है? मतलब शक हुआ था. फोटो वोटो देखा गया था. ആ മൃതദേഹം കണ്ടപ്പോൾ മുതൽ തന്നെ സംശയം തോന്നിയിരുന്നു എന്നാണ് ആ ബന്ധുക്കളുടെ നിഗമനം. അത് തെറ്റിയില്ല. എന്താണെങ്കിലും പെൺകുട്ടിയെയും കാമുകിനെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു. ഏറ്റവും ഒടുവിൽ അവർക്ക് ആ കുറ്റം സമ്മതിക്കേണ്ടി വന്നു. അവർ സമ്മതിച്ചു, ഞങ്ങളാണത് ചെയ്തത്. അപ്പോഴായിരുന്നു പോലീസിന് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള ചോദ്യം. പണം കാമുകന് പതിവായി നൽകാറുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അമ്മയുമായി വഴക്കുണ്ടാവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്
ആ പെൺകുട്ടി പറഞ്ഞത്. ഇക്കാരണം കൊണ്ട് തന്നെ അമ്മയെ കൊലപ്പെടുത്തിയെന്ന് പെൺകുട്ടി പോലീസിനോട് സമ്മതിച്ചു. परिजन आए तो गुस्ल करने के क्रम में वो लोगों को लगा कि नहीं ये गिरने का मसला नहीं है, ये है डायरेक्ट हत्या का मामला है। और इसी क्रम में जो है कुछ कानाफूसी हो ही रही थी और लड़की के जो डेथ की है उनके परिजनों ने आके थाना में आवेदन दिया। थाना में आवेदन देने के बाद जो है प्रशासन गई, प्रशासन लड़की को उठा के लेके आई है। लड़की ने जुर्म कबूल किया है। किस तरह का मामला है? ബീഹാറിൽ നിന്നാണ് ആ കൊലപാതകം നടത്തിയ മറ്റു 3 പേരെ പ്രതികളായിട്ടുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നഹീദയുടെ മൃതദേഹം അസംസ്കരിച്ച ഖബറിസ്ഥാനിൽ നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തു. ദത്തുപുത്രിയായിരിക്കാം, പക്ഷേ വളരെ കരുതലോടെ സ്നേഹലാളനകൾ ഏറ്റുവാങ്ങിയാണ് അവൾ വളർന്നിരുന്നത്. ആ അമ്മയെ കൊല്ലാൻ അവൾ പദ്ധതിയിട്ടു എന്ന് ആലോചിക്കുക പോലും പ്രയാസമാണ് അവളുടെ ബന്ധുക്കൾക്ക്. കാരണം അമ്മയും ആ മകളും തമ്മിൽ അത്രയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് പോയിരുന്നത് എന്നാണ് ആ ബന്ധുക്കളെങ്കിലും കരുതിയിരുന്നത്. കൊലക്കേസിൽ പരോളിലിറങ്ങിയ മുൻ NSD കമാൻഡോയെ വെടിവെച്ചു കൊന്നു. പട്ടാപ്പകൽ തുരുതുരെ വെടിവെച്ച് കൊന്നത് ആദ്യ കൊലപാതകത്തിൽ മരിച്ചയാളുടെ മകൻ. ഹരിയാനയിലെ ഗുരുഗ്രാം മനേസർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കസൻ എന്ന ഗ്രാമം. അവിടെയാണ് ഇന്ന് രാവിലെ പരോളിൽ പുറത്തിറങ്ങിയ മുൻ NSG കമാൻഡോ സുന്ദർ ഫൗജി എന്ന 55-കാരൻ വെടിയേറ്റ് മരിക്കുന്നത്. രാവിലെ അദ്ദേഹം ചായ കുടിക്കാനൊക്കെയായി പുറത്തേക്ക് ഇറങ്ങിയതാണ്. സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അരും കൊല. പ്രതികാര കൊലപാതകമാണെന്നാണ്, റിവെഞ്ച് കില്ലിംഗ് എന്നാണ് പോലീസ് പറയുന്നത്. 2018 ഏപ്രിലിൽ നടന്ന സംഭവത്തിന്റെ റിവെഞ്ച്, പ്രതികാരം. അന്ന് ആ ഗ്രാമത്തിലെ സർപഞ്ചായിരുന്ന ബഹാദൂർ ചൗഹാൻ, ആ ബഹാദൂർ ചൗഹാൻ കൊല്ലപ്പെട്ട വർഷമാണ് 2018. ആ ഏപ്രിൽ മാസത്തിലാണ് ആ കൊലപാതകം നടക്കുന്നത്. ആ ബഹാദൂർ ചൗഹാന്റെ മകൻ രോഹൻ ചൗഹാനാണ് ഇന്ന് ഈ സുന്ദർ ഫൗജിയെ വെടിവെച്ച് വീഴ്ത്തിയത്. ഏകദേശം 5 റൗണ്ട് വെടിവെപ്പ് നടന്നുവെന്നാണ് പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിന്റെ ദൃക്സാക്ഷികൾ പറയുന്നത്. ആയുധങ്ങൾ വീശി സംഭവ സ്ഥലത്ത് നിന്ന് ആ കൊലയ്ക്ക് ശേഷം അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും കണ്ടുനിന്നവർ പറയുന്നു. ഒപ്പം പോലീസ്. मौके पे अभी जो व्यक्ति था जिसको गोली लगी है उसका नाम सुंदर फौजी है। 55 साल इसकी उम्र है और इनकी पहले सुंदर फौजी और बहादुर जो कि इसी गांव का है, इनकी पहले रंजिश है। और सुंदर फौजी अभी जेल के अंदर था और वो सजा काट रहा था। अभी पैरोल पे आया था 29/3/26 को। जो बहादुर है, बहादुर का मर्डर हुआ था, उसके लड़के रोहन ने अभी जो नाम सामने आया है इनके द्वारा जो बताया जा रहा है, अभी इनकी स्टेटमेंट होनी बाकी है। वो उसके साथ में जो भी इसका सहयोगी होगा उसके खिलाफ जो है भी FIR करके आगामी कार्रवाई करेंगे। अभी सीन ऑफ क्राइम मौके पे हम अपनी इंक्वायरी कर रहे हैं। ഈ ബഹാദൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്നു സുന്ദർ ഫൗജി. കഴിഞ്ഞ മാർച്ച് 29-ാം തീയതിയാണ് പരോളിൽ പുറത്തിറങ്ങുന്നത്. രാവിലെ, അതായത് ഇന്ന് രാവിലെ ഏതാണ്ട് 8:00 കൂടിയാണ് ഈ രോഹനും സഹായിയും ചേർന്ന് ഒരു കവലയാണ്, ആ കവലയ്ക്ക് സമീപം ഫൗജിയെ തടഞ്ഞു നിർത്തി വെടിവെച്ച് കൊല്ലുന്നതെന്ന് അവന്റെ ഭാര്യ പറയുന്നു. वो एक स्कूटी थी और बाकी अलग अलग चीजों पे मैंने ध्यान नहीं दिया क्योंकि मैं अपने पति को बुलाने गई थी। उनको आंखों का ऑपरेशन कराना था, तो मैं कल रेफरल लेटर भी लेके आई उनके लिए। और वो मुझे नहीं पता था रोड चलता हुआ था कितने सदस्य थे, पर हाँ उनको पकड़ा गया और उनको मारा गया। പോലീസ് സ്ഥലത്തെത്തി ഫൗജി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സ്പോട്ടിൽ തന്നെ ആ മരണം നടന്നിരുന്നു എന്നാണ് ആ മരിച്ച ഫൗജിയുടെ സഹോദരൻ ഉൾപ്പെടെ പറയുന്നത്. ഏപ്രിൽ 20-ാം തീയതി അയാളുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പരോളിന് അപേക്ഷിച്ച് ഈ സുന്ദർ ഫൗജി പുറത്തിറങ്ങിയത്.
भादर के लड़का आया और एक घोड़ा का लड़का आया जो कि एक रिवॉल्वर ले रखी थी। पहले तो पीछे से वार किया, फिर वो नीचे गिर गए चबूतरे से नीचे गिरने के बाद में भी उसने 5-6 गोलियां उसमें फिर भी मारी है सिर में, जिससे कि ऑन द स्पॉट खत्म हो गया। പിതാവിനെ കൊന്നതിലുള്ള പ്രതികാരം, അതാണ് ഈ അരുംകൊലയ്ക്ക് കാരണം. മനേസ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് സംഘം തെളിവുകളും ശേഖരിച്ചു. ഈ ആക്രമണം നടത്തിയ ശേഷം അവിടെ ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ച്, വലിയൊരു ആശങ്ക സൃഷ്ടിച്ച്, ആയുധം വീശി തോക്ക് കാണിച്ചാണ് ഈ പ്രതികൾ ഓടി രക്ഷപ്പെട്ടത്. നടലും പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറയുന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ അടുപ്പക്കാരൻ, ഡി കമ്പനിയുടെ വിശ്വസ്തൻ, ഇന്ത്യയിലെത്തിച്ച സലിം ഡോള റിമാൻഡ്. അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ലഹരി മരുന്ന് റാക്കറ്റിന്റെ മുഖ്യ നടത്തിപ്പുകാരനാണ് സലീം ഡോള. ഈ സലീം ഡോളയെ തുർക്കിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് എത്തിച്ചത്. വലിയ തോതിൽ അത് ചർച്ചയായതാണ് ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ, സലീം ഡോളയെ തുർക്കിയിൽ നിന്ന് എത്തിക്കുന്നതുൾപ്പെടെ. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് ഇതിന് നേതൃത്വം നൽകിയത്. മുംബൈയിലെ കോടതിയിൽ ഇന്ന് ഡോളയെ ഹാജരാക്കി. മെയ് 8-ാം തീയതി വരെ കോടതി ഡോളയെ റിമാൻഡ് ചെയ്തു. 10 ദിവസത്തെ റിമാൻഡാണ് ആവശ്യപ്പെട്ടത്. മെയ് 8-ാം തീയതി വരെ റിമാൻഡ് ചെയ്യാനാണ് കോടതി നിർദ്ദേശം നൽകിയത്. ഇസ്താംബുളിൽ തുർക്കി സുരക്ഷാ ഏജൻസിയാണ് കഴിഞ്ഞ ദിവസം ഈ സലീം ഡോള എന്ന 59-കാരനെ പിടികൂടുന്നത്. ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇന്റർപോൾ സംഘം ഈ 2024 മാർച്ചോടുകൂടി സലീം ഡോളയ്ക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചത്. ആ റെഡ് കോർണർ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്താംബുളിൽ വെച്ച്, തുർക്കിയിൽ വെച്ച് സലീം ഡോള പിടിയിലാവുന്നത്. ഓപ്പറേഷൻ ഗ്ലോബൽ ഹണ്ട് എന്നുള്ള പേരിൽ 2024 മാർച്ചിലാണ് ഡോളയെ പിടികൂടാൻ വേണ്ടി ഈ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്. എന്താണെങ്കിലും ഡോളയുടെ ഈ അറസ്റ്റ്, ഡോളയെ പിടികൂടിയത് ഇന്ത്യയിലെ ലഹരി വ്യാപനത്തിൽ കൃത്യമായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതിവിപുലമായിട്ടുള്ള ശൃംഖലയാണ് ഇയാൾക്കുള്ളത്. അതും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും ഇയാളുടെ പ്രവർത്തനമുണ്ട്. എന്താണെങ്കിലും തുർക്കിയിൽ വെച്ചാണ് ഇയാൾ പിടിയിലാവുന്നത്. ഈ തുർക്കിയുമായി ഇന്ത്യക്ക് ഈ കുറ്റവാളി കൈമാറ്റ കരാർ ഇല്ലാത്ത സാഹചര്യമായതിനാൽ UAE വഴി ഇയാളെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിയും. माननीय प्रधानमंत्री जी के नेतृत्व में और माननीय गृह मंत्री जी के निर्देशानुसार भारत में जो है ड्रग्स के विरुद्ध जीरो टॉलरेंस पॉलिसी अपनाई गई है। इसी पॉलिसी के तहत आज सलीम इस्माइल डोला, जो कि एक फ्यूजिटिव था, टर्की गवर्नमेंट की मदद और अन्य पार्टनर एजेंसीज की मदद से उसको भारत में लाया गया है। വലിയ നേട്ടമായിട്ടാണ് ഈ ഡോളയുടെ പിടികൂടലിനെ കേന്ദ്ര സർക്കാർ പോലും വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് അത് സർക്കാരിന്റെ വലിയ നേട്ടം എന്നുള്ളതാണ്. ഇന്ത്യയിലെ ലഹരിക്കടത്തില് കടിഞ്ഞാണിടാനുള്ള പ്രധാന മാർഗമായി ഇത് മാറും എന്നുള്ള പ്രതീക്ഷയൊക്കെ പങ്കുവച്ചിരുന്നു അമിത്ഷാ. എന്താണെങ്കിലും കഴിഞ്ഞ വർഷം ജൂണിൽ സലിം ഡോളയുടെ മകൻ താഹിർ ഡോളയെ UAE-യിൽ നിന്നും പിടികൂടിയിരുന്നു. ഈ സലീമിന്റെ നേതൃത്വത്തിലുള്ള ലഹരി മാഫിയ ഓരോ വർഷവും ഏതാണ്ട് 5000 കോടിയോളം രൂപയുടെ ലഹരി മരുന്ന് കടത്തുന്നുണ്ട് എന്നുള്ളതാണ് NCBയുടെ കണക്ക്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ലഹരി കിച്ചണുകൾ, അതായത് ലഹരി ഉണ്ടാക്കുന്ന പുരകൾ പോലും ഇവർക്കും ഈ സംഘം നിയന്ത്രിച്ചിരുന്നു, പ്രവർത്തിപ്പിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഈ അധോലോക കുറ്റവാളിയായിട്ടുള്ള ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ കരുത്തിലായിരുന്നു ഇയാളുടെ പ്രവർത്തനം മുഴുവൻ. ആ
ലഹരിമരുന്ന് റാക്കറ്റിന്റെ മുഖ്യ നടത്തിപ്പുകാരനാണ് സലിം ഡോള എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ സ്രാവിനെയാണ് ഇപ്പോൾ പിടികൂടാൻ കഴിഞ്ഞതെന്ന് ബോധ്യപ്പെടും. ഈ സിന്തറ്റിക് ലഹരി ദുബായിൽ എത്തിച്ചതിന് ശേഷം വിവിധ രാജ്യങ്ങൾ വഴിയാണ് ഇന്ത്യയിലേക്ക് ഇയാൾ കടത്തിയിരുന്നത്. ഏതാണ്ട് 10-20 കൊല്ലമായി ലഹരി മാഫിയെ നിയന്ത്രിക്കുന്ന ഒരു കിങ്ങായി, ഡോണായി സലിം ഡോള നിലനിന്നിരുന്നു എന്നുള്ളതാണ്. 2018 ലഹരി കേസിൽ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഇയാൾ രാജ്യം വിട്ടു. പിന്നീടാണ് തുർക്കി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തുടങ്ങിയത്. ഇപ്പോൾ തുർക്കിയിലായിരുന്നു ഇയാളുടെ പ്രവർത്തന മേഖല മുഴുവൻ. ഡോങ്ക്രയിലാണ് ഇയാൾ ജനിച്ചു വളർന്നത്. ഇയാൾക്ക് ഹിന്ദി, മറാഠി ഭാഷകൾ നന്നായി സംസാരിക്കാനും വശമുണ്ട്. ദാവൂദിന്റെ വിശ്വസ്തനായിരുന്ന ഇക്ബാൽ മിർച്ചി എന്നയാൾ, അയാളുടെ മരണശേഷമാണ് ഡി കമ്പനിയുടെ ഈ ലഹരി ഇടപാടുകൾ നിയന്ത്രിക്കുന്ന വലിയ ചുമതലയിലേക്ക് സലിം ഡോള എത്തുന്നത്. അങ്ങനെയാണ് ഇയാളൊരു ലഹരി കിങ് ആവുന്നത്, കിങ് ഡീലർ ആവുന്നത്. വൻസ്രാവിനെ പിടികൂടിയ NCBക്ക് അഭിനന്ദന പ്രവാഹമാണ് എല്ലായിടത്തും. ഈ DJ വാഹനങ്ങൾ, വലിയ ശബ്ദമുണ്ടാക്കുന്ന DJ വാഹനങ്ങൾ കണ്ടിട്ടില്ലേ? അത് ജീവജാലങ്ങൾക്ക് ഭീഷണിയാണോ ആണെന്നാണ് ഒരു പോലീസ് പരാതി. 140 കോഴികൾ ചത്തു എന്നുള്ളൊരു പരാതി ഒരു പോലീസ് സ്റ്റേഷൻ. നോക്കാം ഇടവേളയ്ക്ക് ശേഷം. തിളങ്ങി നിന്നിരുന്ന വീടാ ഇപ്പൊ ഇവരുടെ കയ്യിലാ. ബെർജർ വെതർ കോട്ട് ലോങ് ലൈഫ് കാലങ്ങളോളം നിൽക്കും. ചേട്ടാ തിളങ്ങി നിന്നിരുന്ന വീടാ ഇപ്പൊ ഇവരുടെ കയ്യിലാ. ബെർജർ വെതർ കോട്ട് ലോങ് ലൈഫ് കാലങ്ങളോളം നിൽക്കും. ചേട്ടാ തിളങ്ങി നിന്നിരുന്ന വീടാ ഇപ്പൊ ഇവരുടെ കയ്യിലാ. ബെർജർ വെതർ കോട്ട് ലോങ് ലൈഫ് കാലങ്ങളോളം നിൽക്കും. Real time, on the go, India chooses Network 18. Commanding a whopping 80% of social audience, we don't just define the category, we are the category. And when news breaks, India logs into Network 18 every single time. Network 18. കല്യാണാഘോഷങ്ങൾക്കിടെ ഉച്ചത്തിൽ പാട്ട് വെച്ച് DJ വാഹനം, അമിത ശബ്ദത്തിൽ 140 കോഴികൾ ചത്തു എന്ന പരാതിയുമായി ഫാം ഉടമ.
ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ നടന്ന സംഭവമാണ്. ഈ DJ സിസ്റ്റത്തിൽ നിന്നുള്ള ഉച്ചത്തിലുള്ള ശബ്ദം കാരണം 140 കോഴികൾ ചത്തു എന്നാണ് ആ ഫാം ഉടമ കഴിഞ്ഞ ദിവസം പരാതിയുമായി എത്തിയത്. രാത്രിയിൽ ഈ ഫാമിന് സമീപത്തുകൂടെ ഒരു DJ വാഹനം വിവാഹ ഘോഷയാത്രയുടെ ഭാഗമായി കടന്നുപോയി. വലിയ DJ സിസ്റ്റമൊക്കെ ഉപയോഗിച്ച് സ്പീക്കറുള്ള ഉച്ചത്തിലുള്ള സംഗീതം വെച്ചുകൊണ്ട് തന്നെ ആ വാഹനം കടന്നുപോയി. അതാണ് തന്റെ ഫാമിലെ കോഴികൾ ചത്തൊടുങ്ങാൻ കാരണമായത് എന്നാണ് ഈ ഫാം ഉടമ പരാതിയിൽ പറയുന്നത്. ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസം രാത്രി 9:30 ഒരു ഘോഷയാത്ര അദ്ദേഹത്തിന്റെ ഫാമിന് മുന്നിലൂടെ കടന്നു പോയിട്ടുമുണ്ട്. അത് പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ ഈ കോഴികൾ ആകെ പരിഭ്രാന്തരായെന്നും പിന്നാലെ കൂട്ടത്തോടെ ചത്തൊടുങ്ങി എന്നുമാണ് ആ പരാതിക്കാരൻ പറയുന്നത്. 3 दिन हो गए, यहाँ पे बगल वाले गांव में बारात आई थी, यहाँ से लगभग 400 मीटर दूर है। तो डीजे वाला फार्म पे था, डीजे वाला आया यहीं पे रोक के बजा रहा था। तो उसको 2-3 बार मना किया, माना नहीं। इतनी देर में मेरा लगभग 200 बच्चा मोटरटी हुआ है। वो मना किए तो गाली गलौज उतारू हो गया, मारने लगा। उसके बाद वो लोग पिए थे तो हम अकेले थे, क्या करते। लेकिन उसके बाद 100 नंबर पे फ़ोन किए तो 100 नंबर वाले आए तो कुछ बोले जाके डीजे वाले को बुला के लेके आओ। तो हम गए उसको बुलाने तो आ नहीं रहा था, गाली गलौज कर रहा था। ഈ പരാതിക്ക് പിന്നാലെ ആ DJ ഓപ്പറേറ്റർ ആയിട്ടുള്ള കവി യാദവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ബാബൻ വിശ്വകർമ്മ എന്ന ആളുടെ ഒരു മകളുടെ വിവാഹത്തിന്റെ ആഘോഷമായിട്ടാണ് ഈ DJ ഉണ്ടായത്. റാം ഭദ്രപൂർവ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഘോഷയാത്ര വന്നത്. വലിയ ശബ്ദത്തിലുള്ള ഈ സംഗീതം അതാണ് ഈ ഘോഷയാത്രയിലുണ്ടായിരുന്നത്. അനുവദനീയമായിട്ടുള്ള ശബ്ദത്തിനും ആ പരിധിക്കും അപ്പുറമായിരുന്നോ ഈ DJയുടെ സൗണ്ട് എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. ഇത് കോഴികളുടെ മരണത്തിന് കാരണമാകുമോ എന്നും അന്വേഷിക്കുകയാണ് ഇപ്പോൾ പോലീസ്. എന്താണെങ്കിലും ഈ വിദഗ്ധർ പറയുന്നത് ഈ വലിയ തീവ്രതയുള്ള സൗണ്ട് ഫ്രീക്വൻസികൾ, ശബ്ദ തരംഗങ്ങൾ പക്ഷികളിലും ചെറുമൃഗങ്ങളിലുമൊക്കെ ചിലപ്പോൾ ഹൃദയസ്തംഭനത്തിന് കാരണമാകാം എന്നാണ് പറയുന്നത്. എന്നാണെങ്കിലും വിദഗ്ധർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആ കോഴികൾ കൂട്ടത്തോടെ ചാവാൻ കാരണം ആ DJ സൗണ്ട് തന്നെ. സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ 20 മണിക്കൂർ.